നമ്മൾ പൊതുവേ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കോഫിയിൽ മഞ്ഞൾ ചേർത്ത് ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മൾ ഗോൾഡൻ കോഫി എന്നൊക്കെ അറിയപ്പെടുന്നത് അത് നല്ലതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട്, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഓരോരുത്തരും ബോഡിയുടെ നാച്ചുറൽ അനുസരിച്ച് അല്ലെ, ഓരോരുത്തരും ഇന്ന് വ്യക്തികൾ ഉപയോഗിക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശരീരത്തിൽ ചൂട് കൂടുതലുള്ള വ്യക്തികൾ. ഉദാഹരണത്തിന് ചൂട് കൂടുതലുള്ള വ്യക്തികൾ നിർബന്ധമായിട്ടും ഇത് ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൽസിൻ്റെ ഹിസ്റ്ററി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ സിവിയർ അസിഡിറ്റിക് പ്രോബ്ലം ഉള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ഇത് ഉപയോഗിക്കാൻ പാടില്ല. നാലാമത്തെ ആൾ പ്രഗ്നൻസി പീരീഡിൽ ഇത് യാതൊരു കാരണവശാലും ഈ പറഞ്ഞ രൂപത്തിൽ കോഫിയിൽ, ബ്ലാക്ക് കോഫിയിൽ മഞ്ഞൾ ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഹെൽത്ത് പരമായിട്ട് ഇത് ബെനിഫിറ്റ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. ഈ മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത വ്യക്തികൾക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യം 1-2 ദിവസങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ബോഡിയുടെ ഒരുപാട് ചേഞ്ചസിനത് കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഫക്റ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതായത് നീർക്കെട്ടും മറ്റു കാര്യങ്ങളും കുറയാൻ ഇത് വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലിവറിൻ്റെ ആക്ഷൻസ് വളരെയധികം വർദ്ധിപ്പിക്കും. ബോഡിയുടെ ഹീറ്റ് കൂട്ടിയിട്ട് ഇൻഫ്ലമേഷനും കാര്യങ്ങളും കുറക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഡിറ്റോക്സിഫൈ മെത്തേഡിന് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കും. നോർമലി നമുക്ക് ബോഡി ബ്ലഡ് പ്യൂരിഫിക്കേഷൻ സഹായിക്കും. ഇത്തരത്തിലാണ് ഇത് നോർമലി എഫക്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഗോൾഡൻ കോഫി പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഏറ്റവും ബെറ്റർ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മാത്രം കഴിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിന് ഒരു നുള്ള് നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഒരു നുള്ള്, അതായത് ഒരു 1/4 ടീസ്പൂണിന് കൂടുതൽ മഞ്ഞൾ ഉപയോഗിക്കാൻ പാടില്ല. അതും ശുദ്ധമായ മഞ്ഞളായിരിക്കണം. ഏറ്റവും ഒരു നുള്ള് കുരുമുളകും കൂടി ഇതിനോടൊപ്പം ഏഡ് ചെയ്യേണ്ടതാണ്. കാരണം എന്താ, ഹെൽത്ത് ബെനിഫിറ്റ് കുർക്കുമിനാണ് നമ്മൾ മെയിൻ ആയിട്ട് എഫക്റ്റ് ഉള്ളത്. കുർക്കുമിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ, കുർക്കുമിൻ നോർമൽ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ അവിടെ പെപ്പർ വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ കുറക്കുവാനും അതോടൊപ്പം കഫത്തിൻ്റെ ബുദ്ധിമുട്ട് കുറയാനും ഡൈജസ്റ്റീവ് സിസ്റ്റം ഹെൽപ്ഫുള്ളായിട്ട് സ്മൂത്തായിട്ട് മാറാൻ ഇത് സഹായിക്കും. ഈ രൂപത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ബ്ലാക്ക് കോഫി കഴിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക, തുടർച്ചയായിട്ട് യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. ബോഡിയുടെ ചൂട് വർദ്ധിക്കുന്നതായി കണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 2 ആഴ്ചക്കാലം ഉപയോഗിക്കാതിരിക്കണം. പിന്നീട് ആഴ്ചയിൽ 1 ദിവസമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചൂട് കൂടിയുള്ള ആൾക്കാർക്ക്, വ്യക്തികൾ, അതായത് ശരീരത്തിൽ ബോഡി ചൂട് കൂടിയ വ്യക്തികൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ ചൂട് വർദ്ധിക്കും. ഈ ചൂട് വർദ്ധിക്കുന്നത് പൈൽസ് അതുപോലെ ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിന് കാരണം. അപ്പോൾ ഈ ബ്ലീഡിങ് പൈൽസിന് കാരണം ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് മത്തി കഴിച്ചതിന് ശേഷം ഇല്ല അയില കഴിച്ചതിന് ശേഷം ബ്ലീഡിങ് പെട്ടെന്ന് വന്നു. അത് ബോഡിയുടെ ചൂട് വർദ്ധിപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം. അതുപോലെ ചില ആൾക്കാർ വെജിറ്റബിൾ ആയിട്ടുള്ള മുരിങ്ങക്കോലും അതുപോലെ തന്നെ ഈ പറഞ്ഞ കൈപ്പക്കയും അതും കഴിക്കുകയാണെങ്കിൽ പോലും, വെജിറ്റേറിയൻ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ബോഡിയുടെ ചൂട് വർദ്ധിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താ, ഈ പറഞ്ഞ പൈൽസിനും മറ്റ് വയറ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇത് കാരണം. നമ്മൾ എന്തിനാണോ ഉദ്ദേശിക്കുന്നത് ആരോഗ്യപരമായ കാര്യത്തിന് പകരം നേരെ ഓപ്പോസിറ്റ് റിസൾട്ടാണ് കിട്ടുക. പിന്നെ ശരീരത്തിൽ ഈ പറഞ്ഞ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലുള്ള ആൾക്കാർക്ക്, ഇടയ്ക്കിടയ്ക്ക് വേദനകളും പ്രയാസങ്ങളും വരുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റി ഇൻഫ്ലമേഷൻ, അതായത് ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് കുറയാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ലിവറിൻ്റെ ഫങ്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ സ്കിന്ന് വളരെ സ്കിന്ന് ഡിറ്റോക്സ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം സ്മൂത്ത് ആവാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ രൂപത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഇതോടൊപ്പം ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.